നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വമുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവയവം പോലെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഇൻ യുവർ ലൈഫ്, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒപ്പീനിയൻസ് നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളൊന്ന് കിടപ്പിലായാൽ, നിങ്ങൾക്കൊന്ന് അപകടം പറ്റിയാൽ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ടി വന്നാലൊക്കെ ഒപ്പം നിൽക്കേണ്ട ഒരാളാണെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് സ്വീകരിക്കണം. എല്ലാം സ്വീകരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവരുടെ ഒപ്പീനിയൻസിനെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യരുത്. പക്ഷേ അങ്ങനെയുള്ള പോയിന്റുകളിൽ നിന്നാണ് നമ്മൾക്ക് വലിയ ട്രാപ്പ് വരിക. അവരാണ് ചിലപ്പോൾ നമുക്ക് വലിയ നമ്മുടെ പ്രോഗ്രസ്സിന് തടസ്സം സൃഷ്ടിക്കുന്ന ആളുകളായി മാറുക. അവിടെ നമ്മളൊരു കാര്യം പഠിക്കണം. ഹൗ ടു സേ പൊളൈറ്റ്ലി നോ. ഹൗ ടു സേ നോ പൊളൈറ്റ്ലി. വളരെ ശ്രദ്ധിക്കണം വാക്ക്. ഓർ വാട്ട് ആർ ദ ആൾട്ടർനേറ്റ്സ് ഓഫ് നോ. ഇത് പഠിക്കണം. നോ എന്ന് പറയുന്നതിന് പകരം പറയാവുന്ന വാക്കുകൾ: എനിക്ക് വയ്യ, എനിക്ക് ഒഴിവില്ല, എൻ്റെ ഗതികേടൊന്ന് മനസ്സിലാക്കൂ, അയ്യോ ഞാൻ വേറൊരു കാര്യത്തിൽ കമ്മിറ്റഡ് ആയിപ്പോയി, സോ ഞാനിത് വാക്ക് പറഞ്ഞുപോയി. ഇങ്ങനെയുള്ള വാക്കുകൾ നോ എന്നല്ല, ധിക്കാരം കാണിക്കാതിരിക്കുക. പകരം നമ്മുടെ ഗതികേട് അവരുടെ മുന്നിൽ വ്യക്തമാക്കുക. എനിക്കിങ്ങനെ ആകണം, വേറെ വഴിയില്ല, എനിക്കിത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളെ ദയവിത് എന്നോട് സഹകരിക്കും, പ്ലീസ് എന്നെ മനസ്സിലാക്കൂ. ഈ രീതിയിൽ അവരുടെ മുന്നിൽ താഴുക. അപ്പോൾ അവർക്ക് എമ്പതി ഫീൽ ചെയ്യും. റെസിസ്റ്റ് ചെയ്യാൻ പോകരുത്, ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കരുത്. ഒപ്പം ജീവിക്കുന്ന ആളുകളുടെയും ഒപ്പം നമ്മളുടെ സംരക്ഷകരെന്ന് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാര്യം പറയുന്നത്. അവരുടെ മുന്നിൽ നിങ്ങൾ എതിർത്ത് നിൽക്കാൻ ശ്രമിക്കരുത്, അവരെ വെറുപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം നിങ്ങൾ പ്രോഗ്രസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിലെ ഏതെങ്കിലും കഴുക്കോലുകൾ അഴിച്ച് നിങ്ങളെ താഴേക്ക് വീഴ്ത്തിയിടും. അങ്ങനെയുള്ളവരുമുണ്ട് നമ്മുടെ ചുറ്റും. അതുകൊണ്ട് നമ്മൾ അവരെ രമ്യതയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കണം. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് എനിക്ക് പറ്റില്ല, ഒഴിവില്ല, നോ, ഐ കാണ്ട്, എനിക്കിത് ഇഷ്ടമല്ല, അയ്യോ എനിക്കിത് ഡിസ്റ്റർബ് ആവും, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കുറച്ചു കാലം രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, നിങ്ങളുടെ മുന്നിലുള്ള ആരാണോ ഈ വാക്കുകൾ കേൾക്കുന്ന വ്യക്തി, ആ വ്യക്തികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, മുറുമുറുപ്പുണ്ടാവും, പിറുപിറുക്കും, പ്രാകും, എന്തും ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പാവത്തിന് എൻ്റെ അവസ്ഥ അറിയാത്തതുകൊണ്ടാണ്. ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ട് എന്നെ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടൺ വെയിറ്റുള്ള ഒരു സാധനത്തിൻ്റെ ഒരു മെക്കാനിക്കൽ പാർട്ടിൽ പിടിച്ച് നമ്മൾ പൊക്കി ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് ഈ സാധനം മുഴുവൻ താഴെ വീണ് നമ്മളതിൻ്റെ അടിപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ. ഇതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ എത്ര കഷ്ടപ്പെട്ടൊരു കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫിൻ്റെ ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സീരിയസ്നെസ് അറിയാതെയാണ് ആ വ്യക്തി ഈ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അയാളുടെ കുറ്റമല്ല, അയാൾക്ക് അറിയില്ല എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ബട്ട് ഐ നോ ദാറ്റ് വാട്ട് ഈസ് മൈ സ്റ്റേജ് നൗ. അതുകൊണ്ട് അവരോട് പൊളൈറ്റ്ലി 2 കയ്യും തൊഴുത് എന്നെ വെറുതെ വിടും പ്ലീസ് എന്ന് പറയാൻ നമുക്ക് പറ്റണം. അവർ പിറുപിറുക്കും, മുറുമുറുപ്പുണ്ടാക്കും, പ്രാകും, ചീത്ത വിളിക്കും, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, നോ പ്രോബ്ലം. അതൊക്കെ കേൾക്കുക. കുറച്ച് മാസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 1-2 വർഷങ്ങൾ അത് കേട്ടോളൂ. അതിങ്ങോട്ട് സ്വീകരിക്കുക. ഓക്കെ, എന്ത് വേണമെങ്കിൽ പറഞ്ഞു, പക്ഷെ ഞാനില്ല, എനിക്ക് പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ അഭിമുഖീകരിച്ചൊരു പ്രശ്നം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരാളോട് ഞാൻ നോ, ഐ കാൺ ഡു ദിസ് എന്ന് പറഞ്ഞ ദിവസം ഞാൻ കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല. ടെൻഷൻ. സോ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ ഒരാളല്ലല്ലോ, അയാൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, പുള്ളി എന്നെയും പ്രതീക്ഷിച്ചിട്ട് പ്ലാനിട്ടൊരു കാര്യത്തിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ പുള്ളി നാളെ എന്തു ചെയ്യും. ഒരുപാട് ടെൻഷനായി. അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമായത്. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയെ കണ്ടു. ഞാൻ പറഞ്ഞു, അതപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടോ, ഇനിയിപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പുള്ളി പറയും, എന്തിനു ചെയ്യുന്നേ, നീ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ആളെ കണ്ടെത്തി. പുള്ളിക്കത് സിമ്പിളായിരുന്നു, എനിക്കിത് വലിയ പ്രശ്നമായി മാറി. പുള്ളിക്ക് ഞാനല്ലെങ്കിൽ വേറെ 100 ആളുണ്ട് ഈ കാര്യങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അനാവശ്യമായിട്ട് ഭൂമിയുടെ അച്ചുതണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല, അവർക്ക് ഞാനേ ഉള്ളൂ, ഞാൻ അവരോട് നോ പറഞ്ഞാൽ പിന്നെ അവർക്ക് ആരുണ്ട്, അങ്ങനെയൊന്നുമില്ല.
നിങ്ങൾ മരിച്ചുപോയ എന്താ ഈ ലോകം എല്ലാം പൂട്ടിയെടുത്ത് വെക്കുമോ? ഇല്ല. ഇവിടെ എത്ര വലിയ വലിയ ആളുകൾ ഇല്ലാതെയായി പോയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ മരിച്ചു പോയാൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. പിന്നല്ലേ നിങ്ങളൊരു കാര്യത്തിൽ ഞാനില്ല എന്ന് പറയുമ്പോൾ ഒക്കെ നടക്കും. തുടക്കത്തിൽ മനുഷ്യരുടെ ഈ ഒരു പ്രതീക്ഷ തെറ്റുമല്ലേ? സ്ഥിരം നിങ്ങളെങ്ങനെ കാണുമ്പോൾ പ്രതീക്ഷ തെറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലത്തെ പൂച്ചക്കുട്ടി നാളെ മുതൽ വോ വോ എന്ന് പറയാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? അതിൻ്റെ വായിൽ നിന്ന് മ്യാവ് എന്ന സൗണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം. അതാണ് ശീലിച്ചത്. അതിൻ്റെ സൗണ്ട് അത് പ്രാക്ടീസ് ചെയ്തെടുത്ത് മാറ്റിയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതേപോലുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ബട്ട് ബൗണ്ടറീസ് പ്രാക്ടീസ് ചെയ്യണം. എന്തൊക്കെ കാര്യത്തിൽ ബൗണ്ടറീസ് പ്രാക്ടീസ് ചെയ്യണം എന്നറിയും? അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടാനിഷ്ടങ്ങളിൽ ബൗണ്ടറി വേണം.